മക്കളെ, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള രാജ്യാവകാശ തർക്കത്തിൽ പാണ്ഡവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു സന്ധി സംഭാഷണത്തിന് പുറപ്പെട്ട ശ്രീകൃഷ്ണൻ കൗരവസഭയിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് ഒരു സമവായമുണ്ടാക്കി പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം അവർക്ക് നൽകണമെന്ന് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ധൃതരാഷ്ട്രർ, ഭീഷ്മർ, ദ്രോണർ, വിതുരർ തുടങ്ങിയവർ കൃഷ്ണനെ അനുകൂലിച്ചു. എന്നാൽ ദുര്യോധനനും കൗരവരും ആരെയും അനുസരിച്ചില്ല. പാണ്ഡവർക്ക് പകുതി രാജ്യം പോയിട്ട് ഒരു സൂചി കുത്താനുള്ള മണ്ണ് പോലും നൽകില്ലെന്ന് ദുര്യോധനൻ ശാഠ്യം പിടിച്ചു. ഒടുവിൽ ഈ വിവരങ്ങൾ പാണ്ഡവരെ അറിയിക്കാനും യുദ്ധം ഉറപ്പായി എന്നും തീരുമാനിച്ച് ശ്രീകൃഷ്ണൻ മടങ്ങിപ്പോന്നു. ഇടയ്ക്ക് വിതുരർക്കൊപ്പം താമസിച്ചിരുന്ന കുന്തിദേവിയെ കാണുകയും വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു. യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുത്ത് അഭിമാനത്തോടെ രാജാവായി വാഴുവാൻ യുധിഷ്ഠിരനോട് പറയണമെന്ന് കുന്തി നിർദ്ദേശിച്ച് ശ്രീകൃഷ്ണനെ യാത്രയാക്കി. യാത്ര പറഞ്ഞ് പുറപ്പെടും മുമ്പ് ശ്രീകൃഷ്ണൻ കുന്തിദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭീഷ്മരെ അറിയിച്ചു. മടങ്ങിപ്പോരും വഴി ശ്രീകൃഷ്ണൻ കർണനെയും ഒപ്പം കൂട്ടി. കൗരവസഭയിൽ മടങ്ങിയെത്തിയ ഭീഷ്മർ ദുര്യോധനോട് പറഞ്ഞു, സുയോധന, യുദ്ധം ചെയ്യുവാൻ തന്നെ ഉറപ്പിച്ചാണ് പാണ്ഡവർ. അവരുടെ മാതാവായ കുന്തിദേവി ശ്രീകൃഷ്ണൻ വശം അവർക്ക് കൊടുത്ത സന്ദേശവും അതുതന്നെയാണ്. ഇതറിയുന്ന പാണ്ഡവർ ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ആ വിധം തന്നെ പ്രവർത്തിക്കും. പകുതി രാജ്യം കിട്ടാതെ അവർ അടങ്ങുകയില്ല. അതിനാൽ നിന്റെ നന്മ ആഗ്രഹിക്കുന്നവരുടെ വാക്കുകൾ നീ അനുസരിക്കുക. ഇനിയെല്ലാം തീരുമാനിക്കാനുള്ള അവസരം നിങ്ങൾക്കാണ്. ഞങ്ങൾ പറയുന്ന വാക്കുകളെ നീ അനുസരിക്കുന്നില്ല എങ്കിൽ യുദ്ധക്കളത്തിൽ ഭീമൻ്റെ അട്ടഹാസവും ഗാന്ധീവത്തിൻ്റെ ഞാണൊലിയും കേൾക്കുമ്പോൾ എല്ലാം കൈവിട്ടു പോകുന്നതോർത്ത് ദുഃഖിക്കേണ്ടി വരും. ഭീഷ്മരുടെ വാക്കുകൾ ദുര്യോധനെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഭീഷ്മർ ദ്രോണരോട് പറഞ്ഞു, ദ്രോണരെ, അങ്ങയ്ക്കറിയാമല്ലോ യുധിഷ്ഠിരൻ എത്ര നല്ലവനാണെന്ന്. ധർമ്മം വെടിഞ്ഞൊരു പ്രവൃത്തിയും അയാളിൽ നിന്നും ഉണ്ടാകുകയില്ല. നമ്മയൊക്കെ എത്ര ബഹുമാനമാണ് അയാൾക്ക്. യുധിഷ്ഠിരനോടും പാണ്ഡവരോടും യുദ്ധം ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു പോകുന്നു. ദ്രോണർ അത് സമ്മതിച്ചു. എൻ്റെ സ്വന്തം മകനായ അശ്വത്ഥാമാവിനേക്കാൾ പ്രിയങ്കരനാണ് എനിക്ക് അർജുനൻ. പാർത്ഥനോട് യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ എന്ന് എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹം ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, ഭീഷ്മരും ശ്രീകൃഷ്ണനും വിതുരരും ഒക്കെ നൽകിയ ഉപദേശങ്ങളൊന്നും നീ ചെവിക്കൊള്ളുന്നില്ല. നിന്നെ ഉപദേശിച്ച് ഞങ്ങളും മടുത്തു. നിനക്ക് ഹിതകരമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നതെന്ന് ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ? പാണ്ഡവരോട് നിനക്കുള്ള വൈരം എന്തെല്ലാം നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് നീ അറിയുന്നില്ലേ? നിന്റെ സമ്പത്തും ഐശ്വര്യവും സുഖങ്ങളുമെല്ലാം ഈ ഒറ്റ കാരണത്താൽ നിനക്ക് നഷ്ടമാകും. അതുകൊണ്ട് പോരിനിറങ്ങി നാശനഷ്ടങ്ങളിലേക്ക് പോകാതെ പാണ്ഡവരുമായി സന്ധി ചെയ്ത് നന്മയുടെ മാർഗത്തിലേക്ക് വരൂ. അതാണ് നല്ലത്. നിന്റെ പരാജയം നിന്റെ മാത്രമല്ല, നിന്റെ മന്ത്രിമാരുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ പരാജയമാണ്. ഇതെല്ലാം കേട്ട് ദുര്യോധനൻ അക്ഷമനായി നിൽക്കുകയായിരുന്നു. കർണനെയും കൂട്ടി തേരിൽ സഞ്ചരിക്കുകയായിരുന്ന ശ്രീകൃഷ്ണൻ നഗരത്തിൻ്റെ അതിർത്തിയിൽ രഥം നിർത്തി. കർണ, ഞാൻ നിന്നോടൊരു രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ നീ സൂതവംശത്തിൽ ജനിച്ചവനല്ല. നീ കുന്തിപുത്രൻ തന്നെയാണ്. ധാർമ്മികമായി പാണ്ഡുമഹാരാജാവ് നിന്റെ പിതാവും കുന്തിദേവി നിന്റെ പെറ്റമ്മയുമാണ്. നീ രാധേയനല്ല, കൗന്ദയനാണ്. നീ കുന്തിപുത്രനാണ്. ജ്യേഷ്ഠ പാണ്ഡവനായ ഹസ്തിനപുരത്തിൻ്റെ യഥാർത്ഥ അവകാശി. അച്ഛൻ വഴിക്ക് പാണ്ഡവരും അമ്മ വഴിക്ക് യാദവരും നിൻ്റെ ബന്ധുക്കളാണ്. കാരണം നീ എൻ്റെ ഒപ്പം വരൂ. യുധിഷ്ഠിരനും പാണ്ഡവരും നീ കൗന്ദയനാണെന്നറിയട്ടെ. പാണ്ഡുപുത്രന്മാർ നിൻ്റെ കാൽക്കൽ വണങ്ങി നിൽക്കും. ധൗമ്യ മഹർഷി നിനക്ക് വേണ്ടി യജ്ഞമനുഷ്ഠിക്കും. പാണ്ഡവർ നിൻ്റെ പാദപൂജ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഭൂമിയിലാകെ പരന്നു കിടക്കുന്ന കുരുവംശത്തിൻ്റെ ചക്രവർത്തിയായി നിനക്ക് വാഴാം. യുധിഷ്ഠിരൻ നിൻ്റെ യുവരാജാവാകും. ഭീമസേനൻ നിൻ്റെ ശിരസിന് മുകളിൽ വെൺകൊറ്റ കുടപിടിക്കും. പാർത്ഥൻ നിൻ്റെ തേർതെളിക്കും. നകുലസഹദേവന്മാരും പാണ്ഡവപുത്രന്മാരും നിൻ്റെ രഥത്തെ അനുഗമിക്കുകയും ചെയ്യും. നീ നിൻ്റെ യഥാർത്ഥ സഹോദരന്മാരുമായി ചേർന്ന് രാജകീയ സുഖങ്ങൾ അനുഭവിക്കൂ. എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന കർണൻ പറഞ്ഞു, അല്ലയോ മാധവ, എന്നോടുള്ള സ്നേഹവും സൗഹൃദവും മുൻനിർത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞതെല്ലാം ശരി തന്നെ. അങ്ങ് പറഞ്ഞ കഥകളൊക്കെ എനിക്കറിയാം. ധാർമ്മികമായി ഞാൻ പാണ്ഡുപുത്രനാണെന്നും കന്യകയായിരിക്കെ കുന്തിദേവി സൂര്യനിൽ നിന്നും സ്വീകരിച്ച് നദിയിൽ ഒഴുക്കിക്കളഞ്ഞ മകനാണ് ഞാനെന്നും എനിക്കറിയാം. എൻ്റെ മാതാപിതാക്കളായ അതിരഥനും രാധയും എൻ്റെ പിതാവും മാതാവുമല്ല എന്നും ഞാൻ അറിഞ്ഞിരിക്കുന്നു.
പക്ഷേ സ്വന്തം മക്കളേക്കാൾ വാത്സല്യത്തോടെയാണ് അവർ എന്നെ വളർത്തിയത്. അവർക്കുള്ള പിണ്ടദാനത്തിൽ നിന്നും ധാർമ്മികമായി എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അദ്ദേഹം എനിക്ക് വസുഷേണൻ എന്ന് പേർ നൽകി. സൂതവംശത്തിൽ നിന്ന് തന്നെ എൻ്റെ പത്നിയെയും കണ്ടെത്തി. അവളിൽ എനിക്ക് ജനിച്ച മക്കളാണിപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ ഉറ്റ ചങ്ങാതിമാർ. കൃഷ്ണ, അങ്ങ് എന്നെ സ്വർണം കൊണ്ട് അഭിഷേകം ചെയ്താലും ഈ ഭൂമി മുഴുവൻ എനിക്ക് അധീനപ്പെടുത്തി തന്നാലും അവരോടുള്ള ബന്ധമെല്ലാം അറുത്തു മുറിച്ച് അങ്ങയുടെ വഴിയിൽ വരാൻ ഞാൻ തയ്യാറല്ല. ദുര്യോധനനും കൗരവരും എന്നെ വിശ്വസിച്ചാണ് പോരിനിറങ്ങിയിട്ടുള്ളത്. അർജുനനുമായി ഒരു ദ്വിരഥയുദ്ധം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ദ്വിരഥയുദ്ധം എന്ന് പറഞ്ഞാൽ 2 രഥങ്ങളിൽ വില്ലാളിമാർ മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്യുന്നതിനെയാണ് ദ്വിരഥ യുദ്ധം എന്ന് പറയുന്നത്. അവരെയെല്ലാം അനാഥരാക്കിക്കൊണ്ട് ഞാൻ പാണ്ഡവപക്ഷത്തേക്ക് വരില്ല. ആ സ്നേഹിതരെ വഞ്ചിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അർജുനനുമായി ഞാൻ ദ്വിരഥയുദ്ധം നടത്തിയില്ലെങ്കിലും ഇരു കൂട്ടർക്കും അത് ദുഷ്കീർത്തിക്ക് കാരണമാകും. കൃഷ്ണ, അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിക്കുക. നാം തമ്മിൽ ഇങ്ങനെ ഒരു സംഭാഷണം നടന്നതായി ആരും അറിയണ്ട. ഈ പറഞ്ഞ സത്യങ്ങളൊക്കെ ജിതേന്ദ്രിയനും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരൻ അറിഞ്ഞാൽ അദ്ദേഹം ഈ രാജ്യം ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഈ വിശാലമായ രാജ്യം എൻ്റെ കയ്യിലെത്തിയാൽ ഞാനത് ദുര്യോധനന് തന്നെ നൽകും. അങ്ങയെ നേതാവും അർജുനനെ യോദ്ധാവുമായി കരുതിയിട്ടുള്ള ധർമ്മപുത്രർ തന്നെ ഈ രാജ്യം ഭരിക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ യുധിഷ്ഠിരനെയും പാണ്ഡവരെയും കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുന്നത് ദുര്യോധനന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ്. അതിൽ ഞാൻ പലപ്പോഴും പശ്ചാത്തപിക്കാറുണ്ട്. കൃഷ്ണ, അങ്ങേക്കറിയാമല്ലോ, അർജുനൻ്റെ അമ്പേറ്റ് ഞാൻ മരിക്കുമ്പോൾ, അലറി വിളിച്ചുകൊണ്ട് ഭീമൻ ദുശാസനൻ്റെ മാറ് പിളർന്ന് രക്തം കുടിക്കുമ്പോൾ, ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും ചേർന്ന് ദ്രോണരെയും ഭീഷ്മരെയും കാലയവനികയ്ക്കുള്ളിൽ മറയ്ക്കുമ്പോൾ, ഭീമൻ്റെ ഗതാഘാതമേറ്റ് വീണു കഴിയുമ്പോൾ മാത്രമേ ദുര്യോധനൻ ഈ യുദ്ധക്കൊതി അവസാനിപ്പിക്കുകയുള്ളൂ. കൃഷ്ണ, 3 ലോകങ്ങളിലും പവിത്രമായ ഭൂമിയാണ് കുരുക്ഷേത്രം. അവിടെ രണഭൂമിയിൽ ഈ മഹാരഥന്മാരെല്ലാവരും മരിച്ചു വീഴുമ്പോൾ അവർക്കെല്ലാം വീരസ്വർഗം ലഭിക്കുവാൻ വേണ്ടത് അങ്ങ് ചെയ്യണം. ക്ഷത്രിയൻ നേട്ടമായി കരുതുന്നത് ഒന്നുകിൽ യുദ്ധത്തിൽ വിജയം, അല്ലെങ്കിൽ വീരസ്വർഗം. അതിനുള്ളത് മാത്രം അങ്ങ് ചെയ്തു തന്നാൽ മതിയാകും. കൂടാതെ നാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് അങ്ങനോട് യുദ്ധം ചെയ്യുവാൻ അർജുനനെയും കൂട്ടി വന്നാലും. കർണൻ്റെ ഈ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, കർണ, നിനക്ക് രാജ്യാവകാശം കിട്ടുന്ന കാര്യം സമ്മതമല്ലേ? ഞാൻ തരുന്ന രാജ്യാവകാശം സ്വീകരിക്കുവാനും നീ ഒരുക്കമല്ലേ? ഈ യുദ്ധത്തിൽ ജയം പാണ്ഡവർക്കായിരിക്കുമെന്ന് നീ വിശ്വസിക്കുക. ആകട്ടെ, നീ ഒന്ന് ചെയ്യുക. ഹസ്തിനപുരത്തെത്തി ഭീഷ്മർ, ദ്രോണർ, കൃപർ തുടങ്ങിയവരോടും ദുര്യോധനെ സഹായിക്കാനെത്തിയിട്ടുള്ള രാജാക്കന്മാരോടുമായി പറയുക, ഇത് നല്ല മാസമാണ്. പ്രകൃതി ഇപ്പോൾ ശാന്തവും സുഖപ്രദവുമാണ്. ഇന്നേക്ക് 7-ാം ദിവസം കറുത്ത വാവാണ്. അന്ന് യുദ്ധം ആരംഭിക്കാം. നീയും യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനതിന് ഏർപ്പാട് ചെയ്യാം. യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന എല്ലാവർക്കും വീരസ്വർഗം പ്രാപ്തമാകും. കർണൻ വിനയപൂർവ്വം പറഞ്ഞു, കൃഷ്ണ, അങ്ങ് എല്ലാം അറിയുന്നവനല്ലേ? എന്നിട്ടും എന്തിന് എന്നെ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്നു? ഈ ഭൂമിയിൽ ഒരു മഹായുദ്ധം നടക്കേണ്ട സമയം ആയിരിക്കുന്നു. ദുര്യോധനനും ദുശാസനനും ശകുനിയും ഞാനുമൊക്കെ അതിനുള്ള നിമിത്തങ്ങൾ മാത്രമാണ്. എങ്ങും ഭീതി ജനിപ്പിക്കുന്ന ദുശകുനങ്ങൾ കാണുന്നു. എല്ലാം അവസാനിക്കാനുള്ള സമയമായതിൻ്റെ ലക്ഷണമാണതെല്ലാം. അങ്ങ് ഇതെല്ലാം അറിയാത്ത ആളാണോ? ഇതെല്ലാം കൗരവരുടെ പരാജയത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. പാണ്ഡവർക്ക് തന്നെയാണ് വിജയം എന്നാണിത് അറിയിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, കർണ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഭൂമി നാശത്തിലേക്ക് പതിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് എൻ്റെ വാക്കുകൾ നിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാതിരിക്കുന്നത്. നാശകാലം എടുക്കുമ്പോൾ ഏത് ന്യായവും അന്യായമായേ തോന്നുകയുള്ളൂ. അത് മനുഷ്യസഹജമായ സ്വഭാവമാണ്. അപ്പോൾ എന്ത് നന്മ വിചാരിച്ചാലും അത് തിന്മയായി വ്യാഖ്യാനിക്കപ്പെടും. കർണൻ പറഞ്ഞു, മാധവ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. യുദ്ധത്തിൽ രക്ഷപ്പെട്ടാൽ നമുക്ക് ഭൂമിയിൽ വെച്ച് കാണാം, ഇല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ച്. ഇത്രയും പറഞ്ഞിട്ട് കൃഷ്ണനോട് യാത്ര പറഞ്ഞ് കർണൻ സ്വന്തം രഥത്തിൽ കയറി ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ടു. സാത്വികയുമായി ശ്രീകൃഷ്ണൻ പാണ്ഡവരെ കാണുവാനും യാത്രയായി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.